ഏറ്റവും പ്രിയമുള്ള ദൈവജനം, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു വർഷാന്ത്യത്തിലേക്ക് നാം എത്തി നിൽക്കുകയാണല്ലോ. ദൈവം നമ്മളെ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ ജനുവരി 1 മുതൽ ഈ ഡിസംബർ 31 വരെയുള്ള നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ, ഒന്ന് വിലയിരുത്തുമ്പോൾ, ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ദൈവം കരുതിയതും എത്രമാത്രം അത്ഭുതകരമാണ്, അതിശയകരമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്ര മഹത്തരമായിരുന്നു നമ്മുടെ ദൈവിക പരിപാലനം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ, മനോവിഷമതകളിലൂടെ, രോഗാവസ്ഥകളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ അനുഭവിച്ചു. ജീവിതത്തിൻ്റെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളിലും നമുക്ക് മാധുര്യവാനായിട്ട് ദൈവം നമ്മോട് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ നിരാശകളെ മാറ്റിയവനായ ദൈവം, നമ്മുടെ നിരാശകളെ പ്രത്യാശയാക്കി തീർത്തവനായ ദൈവം, നമ്മുടെ കുറവുകളെ നിറവുകളാക്കി തീർത്തവനായ ദൈവം, നമ്മുടെ അപമതികളെ ബഹുമതികളാക്കി തീർത്തവനായ ദൈവം. ആ ദൈവത്തിൻ്റെ കരുതലാണ് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ അനുഭവിച്ചത്. നമ്മളെ ആശ്വസിപ്പിച്ചത്, നമ്മളെ ചേർത്ത് നിർത്തിയത്, നമ്മളെ സാന്ത്വനിപ്പിച്ചത്. മനസ്സ് വിഷമിച്ച സാഹചര്യങ്ങളിൽ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തിയത്, മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് തന്നത്. ഇതൊക്കെ വലിയവനായ ദൈവത്തിൻ്റെ നമ്മോടുള്ള ആഴമേറിയ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് നമ്മൾ കാണും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ വേദനകൾ വന്നിട്ടുണ്ട്, മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായി നമ്മൾ കാണും. ചില ക്ലേശങ്ങളും ചില കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ ദൈവാനുഗ്രഹങ്ങളായി നമ്മൾ കാണുന്നു. അതൊക്കെ പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ മുറിപ്പെടൽ, എന്തിനു വേണ്ടിയായിരുന്നു ഈ വേദന എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കഴിയുമ്പോഴാണ്. അപ്പം ഇതെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തോട് വളരെ നന്ദിയുള്ളവരായിരിക്കും. ഈ വർഷാന്ത്യത്തിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിന് എത്രമാത്രം ഞാൻ നന്ദി അർപ്പിക്കണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ ദിനത്തിൽ സ്തോത്രത്തിൻ്റെയും നന്ദിയുടെയും വാക്കുകളല്ലാതെ നമ്മുടെ നാവിന്മേൽ മറ്റൊന്നും വരാൻ പാടില്ല. ദൈവത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുവാൻ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അവൻ ചെയ്ത അനുഗ്രഹങ്ങളെ എണ്ണിയാൽ തീരാത്തതാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ യേശു കർത്താവ് നയീൻ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മളവിടെ കാണുന്നത്. യേശു കർത്താവും പരിവാരങ്ങളും പട്ടണത്തിനോട് സമീപിക്കുമ്പോൾ ഒരു വിലാപയാത്ര അവർക്കെതിരെ വരുന്നതായിട്ട് നമുക്ക് കാണാം. 2 കൂട്ടം ആളുകളെയാണ് നാം ഇവിടെ കാണുന്നത്. ഒന്ന്, യേശു കർത്താവിനോട് കൂടെയുള്ള ഒരു കൂട്ടം ആളുകൾ. ഈ കൂട്ടത്തിൽ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്, പ്രതീക്ഷകളുണ്ട്. കാരണം അവരെ നയിക്കുന്നവൻ ജീവൻ്റെ ഉടയവനാണ്. അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട്. യേശു നയിക്കുന്നവരുടെ കൂട്ടത്തിൽ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്, ചിരിയുണ്ട്. അവർക്ക് പ്രതീക്ഷകളുള്ളവരാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ഒരു മരിച്ച വ്യക്തിയാണ്. ജീവനില്ലാത്ത ഒരു മൃതശരീരമാണ്.
അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ വിലാപമുണ്ട്, കണ്ണുനീരുണ്ട്, നിരാശകളുണ്ട്. പ്രതീക്ഷ അസ്തമിച്ചവരുടെ കൂട്ടമാണത്. എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബോധ്യത്തോടെ നഷ്ടബോധമുള്ളവരുടെ ഒരു കൂട്ടമാണ്. ഒരു വിധവയായ സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി ഈ കൂട്ടത്തിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. യേശു അവളെ കാണുന്നു. അവളുടെ ദുഃഖത്തിൻ്റെ, മാനസിക വ്യതയുടെ, അവളുടെ നിരാശയുടെ ആഴം ക്രിസ്തു മനസ്സിലാക്കും. അവളോട് കരയണ്ട എന്ന് പറയുന്നു. ശവമഞ്ചം ചുമക്കുന്നവർ നിൽക്കുന്നു. യേശു മരിച്ചവൻ്റെ അടുക്കൽ ചെന്ന് ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് പറയുന്നു. അപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി നമ്മളവിടെ കാണുന്നു. മരിച്ച വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ജീവനുള്ളവനായി തീരുക മാത്രമല്ല, ഒരു സാധാരണക്കാരനെ പോലെ സംസാരിക്കുവാൻ തുടങ്ങിയാണ്. വെറും ജീവന്റെ അനുഭവമല്ല, ജീവന്റെ പൂർണ്ണതയിലേക്കാണ് ക്രിസ്തു അവനെ നയിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ആ കൂട്ടത്തിൽ നിരാശപ്പെട്ടവനെല്ലാം പ്രത്യാശയുള്ളവനായി മാറുകയാണ്. കരഞ്ഞവനൊക്കെ അത്ഭുത പരതന്ത്രരായിത്തീർന്നു. നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിതത്തിന്മേൽ യേശു സ്പർശിക്കുമ്പോൾ അത് പ്രതീക്ഷ നൽകുന്ന പ്രകാശമുള്ള, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു ജീവിതമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഇതാണ് വിധവയായ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവളുടെ ഏക ആശ്രയമായിരുന്ന മകൻ നഷ്ടപ്പെട്ടു. അവളുടെ പ്രതീക്ഷ അസ്തമിച്ചു. ജീവിതം അന്ധകാരമയമായി തീർന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രകാശങ്ങളും ഇല്ലാതായി. അവിടെയാണ് യേശു അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വർഷാന്ത്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ യേശു കാണുന്നു എന്നുള്ള ബോധ്യം നമുക്ക് വേണം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ വിഷമതകളും, കഴിഞ്ഞ ഒരു വർഷക്കാലം നീ അനുഭവിച്ച വേദനകൾ ഒക്കെ കർത്താവ് അറിയുന്നു. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ശക്തനാണ്. നിന്റെ നിരാശകളെ പ്രത്യാശയാക്കി തീർക്കാൻ മതിയായവനാണ്. ആ ക്രിസ്തുവിൻ്റെ നിന്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കുവാൻ, നിന്റെ അടുക്കലേക്ക് ക്രിസ്തുവിനെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ ഉള്ളൊരു മനസ്സ് കാണിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിന് സംശയമില്ല. നാം പലപ്പോഴും അസാധ്യമെന്ന് വിചാരിക്കുന്നത് യേശുവിന് സാധ്യമാണ്. അതാണ് വിധവയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി എൻ്റെ മകൻ ജീവിക്കുകയില്ല, എനിക്കിനി ഒരു ജീവിതമില്ല എന്നവൾ ചിന്തിച്ചിടത്ത് യേശു അവളുടെ ചിന്താഗതിയെ മാറ്റിയാണ്. പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ വേദനകളെ ഒക്കെ മാറ്റുന്ന, സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളെ നടത്തിയത് ഈ കർത്താവാണ്. അവൻ തുടർന്ന് നമ്മളെ നടത്തുവാൻ മതിയായവനാണ്, ശക്തനാണ്. ഈ പുതിയ വർഷത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം വേദനകളെ, ദുഃഖങ്ങളെ, ആഘാതങ്ങളെ, ദുരന്തങ്ങളെ, ദുരിതങ്ങൾ വന്നാലും യേശു കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് ഏറ്റവും ശക്തമാണ്. അതാണ് ഏറ്റവും ആവശ്യം. നമുക്ക് വിശ്വാസത്തെ ശക്തീകരിക്കാം, പ്രത്യാശയിൽ ഉറക്കാം. ഒരു പുതിയ ജീവിതത്തിൻ്റെ, പുതിയൊരു യുഗത്തിൻ്റെ, പുതിയൊരു ആരംഭത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. എല്ലാവിധ പുതുവത്സരത്തിൻ്റെ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. തലകളെ വണക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉടയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു വർഷക്കാലം നടത്തിയതും കരുതിയതും പരിപാലിച്ചതും കൂടെ ഇരുന്നതും കരം പിടിച്ച് നടത്തിയതും ദൃഷ്ടി വെച്ച് ആലോചന നൽകിയതും നന്ദിയോടെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
ദൈവമേ, ഈ പുതിയ വർഷത്തിലും നിങ്ങളുടെ ദിവ്യമായ സാന്നിധ്യബോധത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീതിയുള്ള വലങ്കരങ്ങളാൽ ഞങ്ങളെ താങ്ങി നടത്തണമേ. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളിൽ കർത്താവെ മുന്നോട്ട് നടക്കുവാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ അങ്ങയുടെ തോളിൽ വഹിച്ച് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നും ക്ഷീണിച്ചും പതറിയും തളർന്നും പോകാതെ കർത്താവെ ഞങ്ങളെ അങ്ങ് വഹിക്കണമേ, കരുതണമേ, കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വത്തോടെ നടക്കണമേ. ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.